നമ്മൾ ഓക്ലൻഡിലേക്കുള്ള ഒരു യാത്രയിലാണ് കേട്ടോ. XUV 700 സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യണം. അതുപോലെ തന്നെ പാണ്ഡ്യമാർട്ട് ഒന്ന് വിസിറ്റ് ചെയ്യണം. പാണ്ഡ്യമാർട്ട് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഫ്രണ്ട്സ് ഒക്കെ നമ്മളോട് പറഞ്ഞത് ഒരിക്കലെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു ഷോപ്പാണെന്ന്. അപ്പൊ നമുക്ക് അതെല്ലാം ഒന്ന് കണ്ടു നോക്കാം. വെൽക്കം ടു എഡ്ജു ടെയിൽസ്. അങ്ങനെ നമ്മുടെ ഓക്ലാൻഡിലെ മഹീന്ദ്ര XUVയുടെ ഷോറൂമിലെത്തി. നമ്മൾ ഇതിനു മുമ്പ് ഹാമിൽട്ടണിലായിരുന്നു നമ്മുടെ വെഹിക്കിൾ സർവീസിന് കൊടുത്തത്. പക്ഷേ നമുക്ക് അത്ര കംഫർട്ടബിൾ ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംഫർട്ടബിൾ ആയിരുന്നു, പക്ഷെ അത്ര തൃപ്തികരമല്ലായിരുന്നു. അതുകൊണ്ട് ഇത്തവണ സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് വിളിച്ചപ്പോൾ നമ്മൾ ഓക്ലൻഡ് തന്നെ തിരഞ്ഞെടുക്കുകയായിരുന്നു. കാരണം ഇവിടുത്തെ സർവീസും ഡീലിങ്സും വലിയ കുഴപ്പമില്ലാത്തതാണ്. നമുക്ക് വളരെ ഹാപ്പി ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങള് നമ്മുടെ ഓക്ലൻഡിലെത്തി. ഇവിടുത്തെ ഇത് കണ്ടോ, പുതിയ എഡിഷൻസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം പുതിയ വണ്ടി സെയിലിനൊക്കെ ഇട്ടിരിക്കുകയാണ്. ഇവിടെ വന്നപ്പോൾ ഇംഗ്ലീഷുകാരും ഒക്കെ ഉണ്ടായിരുന്നില്ല. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇന്ത്യൻ വണ്ടി ന്യൂസിലാൻഡിൽ നല്ല രീതിയിൽ സെയിൽ ചെയ്യപ്പെടുന്നു എന്നത് ശരിക്കും നമുക്ക് എല്ലാവർക്കും ഒരു പ്രൗഡാണ്. ഓ, നമ്മുടെ സ്കോർപിയോ കിടക്കുന്നത് കണ്ട സൂപ്പർ അല്ലേ. അങ്ങനെ ആ ഒരു ഇന്ത്യൻ ബ്രാൻഡിന്റെ നെയിം ഒക്കെ ശരിക്കും ന്യൂസിലാൻഡിലും എത്തി തുടങ്ങി. അതുപോലെ തന്നെ നമ്മുടെ വണ്ടി സോഫ്റ്റ്വെയർ അപ്ഡേറ്റിന് കൊടുത്തതിന് ശേഷം നമ്മൾ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. ഇവർ അപ്ഡേറ്റിന് സമയമാകുമ്പോൾ നമ്മളെ വിളിച്ചറിയിക്കും. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തിയതാണ്. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കഴിഞ്ഞു. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് അവരോടൊക്കെ ബൈ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ പതുക്കെ അവിടെ നിന്ന് ഇറങ്ങി. കാരണം നമുക്ക് ഓക്ലൻഡിൽ നിന്നും ഹാമിൽട്ടൺ എത്തണം. അതിനു മുമ്പ് നമുക്ക് കുറച്ച് പ്ലാൻസ് ഉണ്ട്. നമ്മുടെ പാണ്ഡ്യമാർട്ടിൽ നമുക്കൊന്ന് കയറണം. അപ്പോൾ അവിടെയൊക്കെ ഒന്ന് കാണണം. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം പാണ്ഡ്യമാർട്ടിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. ഈ പാണ്ഡ്യമാർട്ട് എന്ന് പറഞ്ഞത് ശരിക്കും ഒരു ചൈന ഷോപ്പാണ്. അവിടെ എല്ലാ തരത്തിലുള്ള സാധനങ്ങൾ കിട്ടുമെന്നാണ് നമ്മളോട് എല്ലാവരും പറഞ്ഞത്. ഒരിക്കലെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. നിങ്ങൾ നോക്കി, ഇതെന്താ പാടാമാർ? ഓ ഇല്ല, എന്നെ കാണാത്തതാണ് കേട്ടോ, അത് പോയതാണ്. പാണ്ഡാമാർട്ട് ശരിക്കും ഒരു ചൈന ഷോപ്പാണ്. പക്ഷെ വളരെ വലിയൊരു ഷോപ്പാണ് കേട്ടോ. ഇതിൽ ഒരുപാട് കാര്യങ്ങളും ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട്. കസ്റ്റമർ ഡീൽ ചെയ്യാനും ബില്ലിങ്ങിന് ഇരിക്കുന്നവരും എല്ലാവരും തന്നെ ചൈനക്കാരാണ് കേട്ടോ. അപ്പം ചൈനയുടെ ഒരു വലിയ ഷോപ്പാണിത്. വീട്ടിലേക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും തന്നെ ഉണ്ട്. നോക്കിയത്തെ ഫർണിച്ചറുകള്, ചെയറ്, ടേബിള് എല്ലാം ഉണ്ട്. TV സ്റ്റാൻഡ് ഉൾപ്പെടെ എല്ലാം ഉണ്ട് കേട്ടോ. ചെറിയ ടേബിൾ ടോപ്പ് ഒക്കെ ഉണ്ട്. ഔട്ട്ഡോറിലുള്ള ചെയറുകളും എല്ലാം തന്നെ ഉണ്ട്. ഇത് കണ്ടോ. പക്ഷെ നമുക്കറിയില്ല ക്വാളിറ്റി എത്രത്തോളം ഉണ്ടെന്ന്. പക്ഷെ സംഭവങ്ങളൊക്കെ കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. നോക്കി, നല്ല ഫ്ലവേഴ്സും എല്ലാം ഉണ്ട്. ഒന്ന് കണ്ടു നോക്കൂ. ജോവാന വലിയ ഹാപ്പിയാണ് കേട്ടോ. കാരണം ജോവാന നോക്കുമ്പോൾ ജോവാനക്കുള്ള ഒരുപാട് ടോയ്സും ഒക്കെ ഉണ്ട്. ജോവാന കയറിയപ്പോൾ ആദ്യം തന്നെ ശ്രദ്ധിച്ച അതാണ്. ആൾക്ക് എന്തെടുക്കണമെന്ന് അറിയില്ല. ഇതൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. ശരിക്കും ഒരു ഔട്ട്ഡോർ സെറ്റ് ചെയ്യാനൊക്കെ പറ്റണ ഒരു ടേബിൾ ആയിരുന്നു അത്. അതുപോലെ നോക്കിയേ, ചെറിയ ചെറിയ കാര്യങ്ങൾ വലിയ വിലയായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ ക്വാളിറ്റി ആണ് നമ്മുടെ ഒരു സംശയം. പക്ഷെ കാണാനൊക്കെ വളരെ നല്ലതാണ് കേട്ടോ. നല്ല ബാഗുകൾ, ഈ ട്രോളി കണ്ടേ, ഇത് ഈ പാക്ക് ആൻഡ് സേവ് ചെയ്യുന്ന ഇവിടെ നോക്കി സാധനങ്ങൾ വാങ്ങിക്കുമ്പം ആളുകൾ യൂസ് ചെയ്യുന്നതാണെന്ന് തോന്നുന്നു കേട്ടോ. അത് കണ്ടോ, കുട്ടികൾക്കുള്ള സ്കൂൾ ബാഗുകള്, അതുപോലെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ചെറിയ മിററുകള് കണ്ടോ. ബാഗ്സ് ആണ് ഇവിടെ കൂടുതൽ നമ്മൾ കണ്ടത്. ഓ, ശരിക്കും ഫ്ലവർ വേസ് ഒക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നല്ല നല്ല രീതിയിൽ. അതുപോലെ ലൈറ്റ്സ് ഉണ്ടോ, നല്ല ടേബിൾ ലാമ്പൊക്കെ നല്ല രസമുണ്ട് കാണാനായിട്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ടേബിൾ ലാമ്പുകളൊക്കെയാണ്. പിന്നെ ഈ ഇത് കണ്ടോ, എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റും വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ പെയിന്റിങ്സ് ആണ്. നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റുന്ന, വോളിൽ വെക്കാൻ പറ്റുന്ന നല്ല പെയിന്റിങ്സ് ഉണ്ടായിരുന്നു. അതും ശരിക്കും ഞങ്ങൾ പിടിച്ചൊക്കെ നോക്കിയിട്ട് നല്ല ക്വാളിറ്റിക്ക് കുറവൊന്നും നമുക്ക് തോന്നിയില്ല. കാണാനൊക്കെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. പല വെറൈറ്റി രീതിയിലുള്ളതും നല്ല മീനിങ് ഫുൾ ആയിട്ടുള്ള പെയിന്റിങ്സ് ഒക്കെ ആയിരുന്നു. അത് പറഞ്ഞപ്പോഴാണ് ഓർത്തത്, ഈ ചൈനക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ചൈനക്കാര് ദൈവത്തിലധികം വിശ്വസിക്കുന്നവരല്ല. അപ്പോൾ അവർ ശരിക്കും ബേസ് ചെയ്യുന്നത് ലക്കിലും, അതുപോലെ തന്നെ അവർ ശരിക്കും വിശ്വസിക്കുക എന്ന് പറയുന്നത് ഭാഗ്യം, അതുപോലെ തന്നെ ഈ പോസിറ്റീവ് എനർജി, നെഗറ്റീവ് എനർജി, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ. അവരൊരു വീട് വെക്കുകയോ വീട്ടിലൊരു സാധനം വെക്കുകയാണെങ്കിൽ അവർ ആദ്യം നോക്കുന്നത് ഏത് എനർജി ബേസിൽ ചെയ്യണം, അങ്ങനെയൊക്കെയാണ് അവർ ചെയ്യുന്നത്.
അപ്പോൾ ഇപ്പൊ നമ്മുടെ വീട്ടിലേക്ക് നമ്മളൊരു ടേബിൾ ഇട്ടാൽ നമ്മൾ നോർമലി ഇടുന്നു. പിന്നെ ചില സമയത്തൊക്കെ നമ്മളിങ്ങനെ നോക്കുന്നുണ്ട് നമ്മുടെ വീടിനൊക്കെ കന്നിമൂല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. പക്ഷേ ഈ ചൈനക്കാര് എന്ത് ഒരു ടേബിള് ഒരു കർട്ടൻ ഇടണമെങ്കിൽ പോലും അവർ ആ എനർജി നോക്കിയതിന് ശേഷം മാത്രമേ ചെയ്യുകയുള്ളൂ. ഇത് കണ്ടോ, നല്ല രസമുണ്ട് ആ ക്ലോക്ക് കാണാൻ കേട്ടോ. വലിയ വിലയൊന്നുമില്ല. വലിയ ക്ലോക്കിനാണ്ട് $24 കണ്ടോ. ഈ ചെറിയ ക്ലോക്കൊക്കെ $6 $7 കേട്ടോ. പക്ഷെ നമുക്കറിയില്ല പെട്ടെന്ന് നിന്നു പോവാന്നുള്ളതൊന്നും. പക്ഷെ കൊള്ളാം. ചെറിയ ഗ്രീറ്റിംഗ്സ് കാർഡുകള്, നല്ല കൊട ഉണ്ടായിരുന്നു. ഈ കൊട ഞങ്ങൾ നിവർത്തി നോക്കി, ശരിക്കും നല്ല നല്ല കട്ടിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല വലിയ കുടകളും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാത്തിനും എനിക്ക് തോന്നുന്നു നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്നതിനേക്കാളും ഒരു നല്ല വിലക്കിഴിവിലാണ് ശരിക്കും ഇവിടെ വിൽക്കുന്നത്. അതുകൊണ്ടായിരിക്കണം ഇത്രയും തിരക്ക്. കാരണം കുഞ്ഞുങ്ങൾക്കുള്ള ടോയ്സ് ഒക്കെ ശരിക്കും വലിയ വിലയിനേക്കാളും, കാരണം കുട്ടികളുടെ കയ്യിൽ ഈ ടോയ്സ് എത്ര നാളുണ്ടാവുമെന്ന് നമുക്ക് അറിയില്ല. പക്ഷെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. കാരണം എല്ലാം തൊട്ടൊക്കെ നോക്കിയിട്ടൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അതുപോലെ തന്നെ മേക്കപ്പ് സാധനങ്ങൾ, മിററുകൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ മേക്കപ്പ് സാധനങ്ങളൊക്കെ നമ്മൾ സ്കിന്നിൽ യൂസ് ചെയ്തതിനു ശേഷം നമുക്കറിയില്ല, ബ്രാൻഡൊക്കെ നോക്കിയല്ലേ ആളുകൾ എടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഇതെല്ലാം ഒന്ന് കണ്ടു. നല്ല ചെറിയ ടിഫിൻ ബോക്സുകള്, അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു കേട്ടോ. കണ്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞത്, ഇപ്പൊ ഇവർ ഈ എനർജി ബേസ് ചെയ്തിട്ടാണ് ഈ സാധനങ്ങളൊക്കെ വെക്കുന്നത്. ഇപ്പോൾ ഒരു വീട്ടില് ഒരു കർട്ടൻ ഇടണമെങ്കിൽ അവര് ഏത് കളർ ഇടണോന്ന് പോലും അവർ ആ എനർജി നോക്കി, അവരുടെ ആ ഒരു ശാസ്ത്രമൊക്കെ നോക്കിയാണ് അവർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ശരിക്കും അവരുടെ വീടിന് ഒരു പ്രത്യേക വെട്ടവും വെളിച്ചവും ഒക്കെ കാണുമെന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലായിരിക്കും ഇവിടുത്തെ സാധനങ്ങളും ഒക്കെ അവര് സെറ്റ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾ നോക്കിയേ, നല്ല രസമല്ലേ കാണാനായിട്ട്. എന്താ, നല്ല പോട്ടൊക്കെ നല്ല നല്ല രീതിയിലാണ് കേട്ടോ. കണ്ടോ, ആ പോട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ, ആ വൈറ്റ്. കണ്ടോ. അതുപോലെ തന്നെ കുഞ്ഞു കുട്ടികൾക്ക് യൂസ് ചെയ്യുന്ന ഹൈ ചെയറുകള്, ചെറിയ മറ്റേ കിടത്തുന്ന സാധനങ്ങൾ, അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ജോവാന ഇത് കണ്ടിട്ട് വളരെ ഹാപ്പി ആയിരുന്നു. കാരണം ഇഷ്ടംപോലെ ടോയ്സ് ഇവിടെ ഉണ്ട്. പിന്നെ നമ്മുടെ വാൾപേപ്പറുകള്, ഈ പാത്രങ്ങൾ, ഒരുപാട് പാത്രങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. നോൺ സ്റ്റിക്കിൻ്റെതും അല്ലാത്തതിൻ്റെതും, അലുമിനിയം, സ്റ്റീല്, അങ്ങനെ ചെറിയ കുഞ്ഞു വെറൈറ്റികളായിട്ടുള്ള കിച്ചണിലേക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ. പിന്നെ ചെറിയ ബെഡ്ഷീറ്റുകൾ, ഫിറ്റഡ് ഷീറ്റ് പക്ഷെ ഞങ്ങൾ അവിടെ കണ്ടില്ല. ചെറിയ അല്ലാത്ത ഷീറ്റുകൾ, പിന്നെ നോക്കിയേ എന്താളുകളാണെന്ന് നോക്കിയേ. അതുപോലെ തന്നെ കാർപ്പറ്റുകൾ, മാറ്റുകൾ, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കണ്ടു. എന്തോ നല്ല പാത്രങ്ങളൊക്കെ ഇരിപ്പുണ്ട്. കപ്പുകളൊക്കെ ആണെങ്കിലും എല്ലാം നല്ല 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 കപ്പുകളൊക്കെ തന്നെയാണ് കേട്ടോ. എന്തോ അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അവിടെ നിന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ശരിക്കും ഒരു പ്രാവശ്യമെങ്കിലും ആ പാണ്ഡ്യമാർട്ട് നമ്മളൊന്ന് വിസിറ്റ് ചെയ്യണം കേട്ടോ, ജസ്റ്റ് ഒന്ന് കാണണം. പിന്നെ അതുപോലെ തന്നെ അങ്ങനെ 2 കാര്യങ്ങൾ നടന്നു. സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തു, പാണ്ഡ്യമാർട്ട് വിസിറ്റ് ചെയ്തു. അങ്ങനെ ഒരു ദിവസം നമ്മൾ അങ്ങനെ ഓക്ലൻഡിൽ സ്പെൻഡ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ തിരിച്ച് നമ്മുടെ ഹാമിൽട്ടണിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഏകദേശം സന്ധ്യയായി. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.